ഹലോ ഗൈസ്, അങ്ങനെ സോ ലോങ് ടൈം നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോ കൂടെ വരികയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു പുതിയ ആളും കൂടെ ഉണ്ട്. അപ്പോൾ ഈ സൂര്യകാന്തി പൂക്കളുടെ ഇടയ്ക്കുന്ന് ഞാൻ ഇൻട്രോ പറഞ്ഞ് എൻ്റെ പുതിയൊരു വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഉച്ചവെയിലിൻ്റെ ചൂട് നല്ലോണം ഉണ്ട്, അടിപൊളി വെയിലും ഉണ്ട്. അപ്പോൾ നമ്മളൊരു 5-10 മിനിറ്റ് ആ പൂന്തോട്ടത്തിൽ നിന്നിട്ടുള്ളൂ. അപ്പോഴേക്കും എന്താ കറുത്ത് കരിവാളിച്ചു, ഫേസ് കണ്ടാൽ മനസ്സിലാവും അല്ലേ? അതെ അതെ അതെ. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് ഗുണ്ടൽപേട്ടാണ്. ഞങ്ങൾ വെല്ലൂരിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വടകരയിലേക്ക് വരുന്ന റൂട്ടിലാണുള്ളത്. അപ്പോൾ എനിവേ എൻ്റെ ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ടൈം, അതായത് ഏകദേശം ഒരു 2.5-3 വർഷത്തോളമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അത് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ വെല്ലൂരിൽ നിന്ന് വടകരയിലേക്ക് വരാറുള്ളത് റൂട്ട് എങ്ങനെയായിരുന്നു? നമ്മൾ ബാംഗ്ലൂർ, മൈസൂർ, കൂർഗ്, പിന്നെ ഇരിട്ടിച്ചൂർ ഇറങ്ങിയിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ചേഞ്ച് വരുത്തി നമ്മൾ വന്നത് ബാംഗ്ലൂർ, മൈസൂർ, ഗുണ്ടൽപേട്ട്. ഇപ്പം ഗുണ്ടൽപേട്ടിലാണ് ഉള്ളത്. ഈ പൂക്കൾ കാണാൻ വേണ്ടി വന്നതാണ്. അവിടെ നിന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാണ്. ഇനിയിപ്പോൾ നേരെ സുൽത്താൻ ബത്തേരി, പിന്നെ ഞങ്ങളെ കുറ്റിയാടിച്ച് വരെ ഇറങ്ങിയിട്ട് വടകരെത്തും. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏകദേശം പുലർച്ചെ ഒരു 4:45 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ റോഡിൽ നല്ല വെളിച്ചവും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്നത് ഒരു 6 മണി സമയത്തെ വ്യൂ ആണ്. എത്ര പെട്ടെന്നല്ലേ നമ്മൾ ആ ഇരുട്ടത്ത് നിന്ന് വെളിച്ചത്തിലേക്ക് വന്നത്. നിങ്ങൾക്ക് ഈ കാണുന്ന സാധനം എന്താ അറിയോ? ഈ ലോറിയിൽ കൊണ്ടുപോകുന്നത് ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേ. ഗൈസ്, ഫൈനലി ഞങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. രാവിലെ 4:45 ഇറങ്ങിയാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:25 ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല വെയിലൊക്കെ വന്നു. ഇതേത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എനിക്ക് പറയാൻ അറിയില്ല. ആക്ച്വലി നമ്മൾ വന്ന റൂട്ടിൽ നമുക്കൊരു ചായ കുടിക്കാൻ തോന്നിയപ്പോൾ വെറുതെ സൈഡാക്കിയതാണ്. ഈ കാണുന്ന ഷോപ്പിൽ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത്. നമ്മൾ മുന്നേ ഇതിൽ പാസ് ചെയ്യുമ്പോഴും നമ്മളിവിടെ ചവിട്ടിയിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. സോ അതേ ലൊക്കേഷൻ നമുക്ക് വീണ്ടും കിട്ടി. ചായ കുടിച്ചു. ശ്രീത കാർ കയറിയിട്ടുണ്ട്. ഇനി ഞാനും കൂടെ കാർ കയറി നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഈ കാണുന്ന 6 വരി പാതയിലൂടെ കാർ ഓടിക്കാൻ എന്ത് രസമാണെന്നറിയാം. ഈ അടിപൊളി വ്യൂവും കിട്ടും. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വരുന്ന വഴിക്ക് ഞാനിപ്പോൾ ഒരു 3-4 ടോൾ ഓൾറെഡി കഴിഞ്ഞു. ഇപ്പോൾ 4-ാമത്തെ 5-ാമത്തെയാണ് ഇത്. ഇഷ്ടംപോലെ പൈസ ടോൾ കൊടുക്കാൻ പോകുന്നുണ്ട്. മിനിമം ഒരു 130 രൂപ വെച്ചിട്ട് എല്ലാ ടോളിലും പിടിക്കുന്നുണ്ട്. എക്സാക്ട്ലി 130 അല്ല, മിനിമം എൻ്റെ മേലോട്ടേക്ക് പിടിക്കുന്ന ടോളുണ്ട്. ഇവിടെ ഇപ്പോൾ എത്രയാണുള്ളത് കറക്റ്റ് അറിയില്ല. പാർക്ക് പ്ലസ് ആപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബാലൻസിന് എത്ര പോയി എന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം വീണ്ടും ഓടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കണ്ട ഹോട്ടലിന് മുന്നിൽ അങ്ങ് ചവിട്ടി. ശ്രീനിധി വൈഭവ വെജ് റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം നല്ല ഹോട്ടലാണെന്ന് തോന്നി. കയറി. നല്ല ഇൻറ്റീരിയറൊക്കെ ആയിരുന്നു. ശ്രീ പറഞ്ഞത് ഇഡ്ഡലി ആയിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. ഞാൻ നമ്മുടെ സ്ഥിരം ഐറ്റം മസാല ദോശ പറഞ്ഞു. അതായത് ഇതൊരു ഗീ മസാല ദോശയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഞാനൊരു ചായ അങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തു. ശ്രീ പിന്നെ കട്ടൻ്റെ ആളായതുകൊണ്ട് അവളൊരു കട്ടൻ ചായയും പറഞ്ഞു. നമ്മളിതിപ്പം ബാംഗ്ലൂരിലെ പക്ക ബ്ലോക്കിൻ്റെ എടുക്കാനുള്ളത് 9:50 സമയം. ആ ഒരു ഓഫീസ് ടൈമിൻ്റെ ബ്ലോക്ക് ശരിക്കും ഇവിടെ കാണാനുണ്ട്. ഞങ്ങൾ കുറേ നേരമായി കുടുങ്ങിയിട്ട് ചായ കുടിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയാണ്. എന്നിട്ട് ഈ ബാംഗ്ലൂർ ഒന്ന് വിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്കിന് ഒരു എന്താ പറയുക കുറച്ചൊന്ന് വേഗത്തിൽ പോകാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇതാ എല്ലാ സിഗ്നലിലും എല്ലാ ബ്ലോക്കിലും കുടുങ്ങുന്നുണ്ട്. മെല്ലെ മെല്ലെ പോകുന്നത്. അങ്ങനെ ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇടയ്ക്ക് ആൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് സൈലൻറ്റ് മോഡിലേക്ക് കടന്നു. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ഗുണ്ടൽപേട്ട് വെച്ച് പിടിച്ചു. എങ്ങനെയുണ്ട്? പക്ഷെ നല്ല വെയിലുണ്ടായി ഇപ്പോൾ അല്ലേ? പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കയറിയേണ്ട അത്ര ഇതില്ല. ഫ്ലാഷ് ബാക്ക്. ഇതായിരുന്നു ഞങ്ങൾ മുൻപ് ഇതിലേ പോയപ്പോൾ കയറിയ പൂന്തോട്ടം. പിന്നെ ഞങ്ങൾ ഈ മുത്തങ്ങക്കാടുകളിലൂടെ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അടുത്ത ദിവസം രാവിലെ നേരത്തെ എണീറ്റു. പുറത്ത് പോയി നോക്കിയപ്പോൾ നല്ല ക്ലൈമറ്റ്.
ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വെച്ചു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്ന ഐറ്റത്തിന് ഒരു സ്പെഷ്യൽ ഫാൻ ബേസ് തന്നെ ഉണ്ടാകും. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലെ കല്ലുമ്മക്കായ. ഞങ്ങൾ അതും വാങ്ങിച്ച് ബീച്ചിലെ കാഴ്ചകൾ കണ്ട് വർത്തമാനം പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴ. ഞാൻ മെല്ലെ ബെഡിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് വന്ന് നോക്കി. അപ്പോഴും ചെറുതായിട്ട് മഴ പാറുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന ആളാണ് നമ്മുടെ സ്വന്തം ടിങ്കുമോൻ. ആളൊരു പാവമാണ് കേട്ടോ. പിന്നെതാ ഈ ബീൻ ബാഗിൽ മലർന്ന് കിടന്ന് TV കാണുന്ന ആളാണ് നമ്മുടെ സ്വന്തം ചന്ദ്രു. അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി നല്ല അടിപൊളി ഫുഡ് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവർ. അന്നത്തെ ദിവസം ഒരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ രശ്മി ചേച്ചിയുടെയും സുമേഷ് ചേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി കൂടെ ആയിരുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ് അങ്ങ് സെറ്റാക്കി. ബൈ ദ വേ ഗൈസ്, ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ എൻ്റെ ഈ വ്ളോഗിൽ ഇവരൊക്കെ പുതിയ ആൾക്കാരാണ്. രശ്മി ചേച്ചി ശ്രീയുടെ ചേച്ചിയാണ്. രശ്മി ചേച്ചിയുടെ ഹസ്ബൻഡാണ് സുമേഷ് ചേട്ടൻ. അവരുടെ മക്കളാണ് ഈ കാണുന്ന ചന്ദ്രുവും സൂര്യയും. പിന്നെ ഇതാണ് അച്ഛനും അമ്മയും. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് സുമേഷ് ചേട്ടൻ്റെ സ്കോർപ്പിയോയിൽ നമ്മളെല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. നേരെ വെച്ച് പിടിച്ചു കോഴിക്കോട് ബീച്ചിലേക്ക്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ മെല്ലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ബീച്ചിലെ ആൾത്തിരക്കേറിയ ഭാഗത്ത് പോകണ്ട വിചാരിച്ച് ഞങ്ങൾ ഇപ്രാവശ്യം പോയത് വേറൊരു ഭാഗത്തേക്കായിരുന്നു. പക്ഷെ അവിടെ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. അവിടെ മുഴുവൻ മാലിന്യം നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു ഞങ്ങൾ കണ്ടത്. വളരെ വൃത്തിഹീനമായ ബീച്ചിൻ്റെ ഒരു സൈഡ്. പിന്നെ നമ്മൾ അധിക സമയം അവിടെ നിന്നില്ല. അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. നമ്മുടെ അടുത്ത ലൊക്കേഷൻ കോഴിക്കോട് പുതിയതായിട്ട് ഓപ്പണായ ലുലു മോളായിരുന്നു. നേരെ പോയത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ കണ്ട ഒരു തട്ടുകടയിൽ നിന്ന് എല്ലാവരും പഴംപൊരിയും ചായയും കഴിച്ചു. സത്യം പറഞ്ഞാൽ അന്ന് ലുലു മോളിലേക്ക് പോകാനുള്ള കാരണം ഇവനായിരുന്നു. അവിടുത്തെ ഫൺജൂറിൽ നിന്ന് എല്ലാ ഗെയിംസും എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളായിരുന്നു അവൻ്റെ ഉദ്ദേശം. അതിനുശേഷം നമ്മൾ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിച്ച എല്ലാ സാധനങ്ങളും എടുത്ത് നേരെ പാർക്കിങ്ങിലോട്ട് വിട്ടു. സമയം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി തുടങ്ങി. സാധനങ്ങളൊക്കെ കാറിലേക്ക് എടുത്തു വെച്ച് നേരെ നമ്മൾ വിട്ടത് ഹോട്ടൽ സാഗറിലേക്കായിരുന്നു. അവർ കോഴിക്കോട് സിൽക്ക് മന്ദിറിൻ്റെ അടുത്ത് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത ഔട്ട്ലെറ്റാണിത്. കുറേ നേരം മെനു നോക്കിയിരുന്നെങ്കിലും സമയം അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് കുറേ ഐറ്റംസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ കാണുന്ന ചെമ്മീൻ റോസ്റ്റും അതേപോലെ കൂന്തൽ റോസ്റ്റുമായിരുന്നു. കൂടെ കഴിക്കാൻ നല്ല വെള്ളയപ്പവും പറഞ്ഞു. അടുത്ത ദിവസം നമ്മുടെ അവനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൂടെ അതങ്ങോട്ട് ആഘോഷിച്ചു. അവളും നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വെല്ലൂരേക്ക് വരേണ്ട ദിവസം എത്തി. സത്യം പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ല മടിയായിരുന്നു തിരിച്ചു വരാൻ. തിരിച്ചു വരുന്ന വഴി കോയമ്പത്തൂരുകാരുടെ ബേക്കറി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നന്നായിട്ട് ഫുഡും കഴിച്ചു. കുറേ നല്ല നിമിഷങ്ങളും അതേപോലെ ഇനി എപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാമെന്ന പ്ലാനിങ്ങുമായി നമ്മൾ നേരെ വിട്ടു. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻസിലൊന്ന് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.